നമസ്കാരം. ഉത്രാളിക്കാവ് പ്രഭാഷണത്തിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത്. ചെറിയ ചെറിയ സബ്ജക്റ്റുകളിൽ തുടങ്ങി, അതായത് ആചാരങ്ങൾ, ഗ്രന്ഥങ്ങൾ മുതലായവയിൽ തുടങ്ങി അവിടെ നിന്നും കോംപ്ലിക്കേറ്റഡായ സബ്ജക്റ്റിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ് സാറ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇന്ന് യഥാർത്ഥ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുന്നു. ഈശ്വര സങ്കല്പത്തെക്കുറിച്ചാണ് ഇന്ന് സാറ് വിവരിക്കുന്നത്. അതിൻ്റെ ഈശ്വര സങ്കല്പത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശാസ്ത്രവും എല്ലാം ക്രമേണ വിവരിച്ച് ആണ് സാറ് മെയിൻ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ഇന്ന് അതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. അയാൾ അങ്ങനെ തന്നെയാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയാ. അയാളോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല, അയാളെ താനൊന്നും പറഞ്ഞ് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. അയാൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെ തന്നെ ആയാൽ മതിയോ? മാറ്റത്തിന് വേണ്ടിയല്ലേ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വേണ്ടിയല്ലേ നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്? ആ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അന്ധവിശ്വാസത്തിൽ നിന്ന് സദ്വിശ്വാസത്തിലേക്ക്, ദുഷ്കർമ്മത്തിൽ നിന്ന് സത്കർമ്മത്തിലേക്ക്, ഇതുവരെയും ചെയ്തുകൊണ്ടുവന്ന പല തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് മാറാൻ നമ്മൾ തയ്യാറില്ല എങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? വെറുതെ ചിന്തിക്കുക. ഗോപാലകൃഷ്ണൻ നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ തന്നെത്താനെ ചിന്തിക്കാനാണ്. എനിക്ക് ഉത്തരം കിട്ടാനല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പകർത്താത്തതാണ് നിങ്ങളോട് പറയുന്നതെന്ന് വിചാരിക്കും. നിങ്ങളിൽ ഒരു 15 പേരെങ്കിലും ഇപ്പൊ കൂട്ടുവായ വിട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഒറ്റയാൾ കൂട്ടുവായ വിട്ടിട്ടില്ല, ഒരാൾ വച്ച് നോക്കിയിട്ടില്ല. കാരണം ഞാൻ ഒരു കാര്യം ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള അവർ തീരുമാനിക്കാം. നമ്മൾ ജീവിതത്തിൽ പകർത്താത്തത് മറ്റുള്ളവരോട് ചെയ്യണമെന്ന് പറയരുത്. പറഞ്ഞാൽ വാക്കിനും വിലയില്ല, വ്യക്തിക്കും വിലയില്ല, ഉപദേശത്തിനും വിലയില്ല. അതേപോലെ പറഞ്ഞ് നടക്കുന്ന നന്മ നിറഞ്ഞ വ്യക്തികളുടെ വിലയും ഇല്ലാതെയാവും. അർത്ഥം മനസ്സിലായോ? വാക്കിന് വിലയില്ല, വ്യക്തിക്ക് വിലയില്ല, നല്ല ഉപദേശങ്ങൾ അതേപോലെയുള്ളത് കൊടുക്കുന്നവരുടെ വിലയും ഇല്ലാതെയാവും. നമ്മുടെ മാത്രം വിലയല്ല ഇല്ലാതെയാവുന്നത്. അതുകൊണ്ട് ഈ കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് നടത്തുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും അത് വേദമോ, അത് ഇതിഹാസമോ, പുരാണമോ അല്ല, ഉത്രാളിക്കാവിലെ പൂരമോ നടത്തുമ്പോൾ സന്തോഷിക്കാനും പൈസ തരാനും വെള്ളം അടിക്കാനും എല്ലാത്തിനും ആളുണ്ടാവും. അതൊന്നും ആളുള്ളത് കൊണ്ട് നമ്മൾ നടത്തുന്നു എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ അല്ല. നടത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നുകൂടി ചിന്തിക്കണം. അങ്ങനെ പുരാണത്തിൽ നമ്മളെ അറിയിച്ചിരിക്കുന്ന വലിയൊരു കഥാരൂപത്തിലുള്ള സങ്കല്പമുണ്ട്. എന്താ അറിയും? ഭാരതീയ ഈശ്വര സങ്കല്പം. ഇനി ഞാൻ വിഷയത്തിലേക്ക് ആഴ്ന്നിറങ്ങാണ്. ഭാരതീയ ഈശ്വര സങ്കല്പം. ഭാരതീയ ഈശ്വര സങ്കല്പം എൻ്റെയും നിങ്ങളുടെയും ഭാഷയിൽ ഏതാ? ഒരു ഗണപതി, ഒരു ഭഗവതി, ഒരു മുരുകൻ, ഒരു ശിവൻ, ഇങ്ങനെ കഴുത്തിൽ സർപ്പമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ശിവൻ, അല്ലെങ്കിൽ കൃഷ്ണൻ, രാമൻ. സാധാരണക്കാരുടെ ഈശ്വര സങ്കല്പം അതാണ്. അവർക്കത് മതി. ഒരു നാരായണ ജപം, ഒരു നാമജപം. ഇയാൾ തന്നെ കുറച്ചുകൂടി ഉയർന്നു എന്ന് വിചാരിക്കാം. ഇയാളുടെ ലെവല് കുറച്ചുകൂടി ഉയർന്നാൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും എല്ലാം നിലനിൽക്കുന്നൊരു പ്രതിഭാസമുണ്ട്. ഇത്രയും ജന്തുക്കളിലും സസ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്താണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. അത് ജനിക്കുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയാകും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സാധാരണ മുരുകനും ഗണേശനും തുടങ്ങിയ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ ഉയരാൻ ശ്രമിച്ചാൽ ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ 3 പ്രതിഭാസത്തിലാണ്. 3 പ്രതിഭാസം. അതേതാണത്? സൃഷ്ടിസ്ഥിതി. അതിനെ നമ്മൾ ഈശ്വരന്റെ രൂപം കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിത്തീരും? ആ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അതെന്തായിത്തീരും? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. അപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് എന്ന് പറയുന്നവരുണ്ടോ? ഇലക്ഷന്റെ ലിസ്റ്റിലുണ്ടോ? റേഷൻ കാർഡിലുള്ളവരാണോ? രൂപഭാവങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ബ്രഹ്മാവിന്റെ രൂപം എന്താ? എത്ര തലയുണ്ട്? ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്ന് വെച്ചാൽ കേട്ടിട്ടില്ലേ? ഒരു പള്ളിയിലച്ഛൻ എന്നോട് ചോദിച്ചു, ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്ന് പറയുന്ന മാവ് ഏതാണ്? ഇടപ്പള്ളി പള്ളിയിലെ അച്ഛനാ ചോദിച്ചത്. 62,000 കോഴികളെ ഒന്ന് കറി ഉണ്ടാക്കി തിന്നണ പള്ളിയില്ലേ? അതെ. അപ്പൊ യഥാർത്ഥത്തില് ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്ന് പറയുന്ന മാവേല. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, കുർബാന കുർബാന എന്നുള്ള ആനയ്ക്ക് മതമിളകുമ്പോ കെട്ടാനുള്ള മാവാണ്. യഥാർത്ഥത്തില് അപ്പൊ ബ്രഹ്മാവ് നമ്മൾ പറയുന്നത് ഈ 4 തലകളും, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. ഇപ്പൊ പ്യുവർ ശാസ്ത്രത്തിലാണ് ഭാരതീയർ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത്. ശുദ്ധ 100% സയൻസാണ്. ബ്രഹ്മാവിന്റെ രൂപം എന്ന് പറയുന്നത് 100%, 100% സയൻസാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എക്സ്, വൈ, ഇസഡ്, ടൈം ആക്സിസ് 4 അക്ഷരങ്ങൾ ചേർത്ത് ബ്രഹ്മാവിനെ ഉണ്ടാക്കി. അത് ത്രിമൂർത്തി എന്ന് കഴിഞ്ഞിട്ട് ഒരു വാക്കുണ്ട്. എന്താ നമ്മൾ പറയാ? ത്രിമൂർത്തി പറഞ്ഞു പറയാം. സങ്കല്പം. എന്താ സങ്കല്പം എന്ന വാക്കിന്റെ? ശ്രീകൃഷ്ണ സങ്കല്പം എന്ന് ആരെങ്കിലും പറയില്ല. കാരണം ശ്രീകൃഷ്ണൻ ഒറിജിനലി ഉണ്ടായിരുന്ന ആളാണ്. ഭൂമിയിൽ ജനിച്ച BC 3140 ഭഗവത്ഗീത വിവരിച്ചു കൊടുത്തപ്പോൾ 56 വയസ്സായിരുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ശ്രീകൃഷ്ണ സങ്കല്പം എന്ന് പറയുക, ശ്രീകൃഷ്ണനെ മനസ്സിൽ നല്ലോണം സങ്കല്പിച്ചോളൂ എന്ന് പറയും. ശ്രീകൃഷ്ണൻ സങ്കല്പമല്ല, ഒറിജിനലില്ല, ബ്രഹ്മാവ് സങ്കല്പാണ്. അപ്പൊ നമ്മൾ എന്താ പറയുക? സങ്കല്പം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഗ്ലോറിയസ്ലി ആർബിട്രറിലി ഫിക്സിങ് ആണ്. ഗ്ലോറിയസ്ലി ആർബിട്രറിലി നമ്മൾ ഫിക്സ് ചെയ്യാണ്. ഇങ്ങനെ ഒരു രൂപം ബ്രഹ്മ സങ്കല്പം. വിഷ്ണു രൂപം അതെന്താ? നാന്തം ന മദ്യം ന പുനസ്തവാദിം. എടുത്തിട്ടുണ്ടോ? ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുത്തിദാ യദിവാ സദൃശീ സാസ്യ ഭാസസ്തസ്യ മഹാത്മനഃ. മഹാപ്രപഞ്ച പുരുഷത്തിന്റെ സിംബോളിക് ആയിട്ടുള്ള മഹാവിഷ്ണുവിനെ ഈ ദിവ്യ ദൃഷ്ടി കൊണ്ട് കണ്ട അർജുനൻ ആ രൂപം നോക്കിയിട്ട് പറയാം, എൻ്റെ ഈശ്വര, 1000കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയർന്നതുപോലെ ഈ വിശ്വരൂപത്തെ ഞാൻ കാണും. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുത്തിദാ യദിവാ സദൃശീ സാസ്യ ഭാസസ്തസ്യ മഹാത്മനഃ. ഈ ലോകത്തിൽ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. ഭഗവത്ഗീതയിലെ വരിയാണ്. ഈ വരിയാണ് മൻഹാട്ടൻ എക്സ്പെരിമെന്റില് ആറ്റം ബോംബ് പൊട്ടിച്ച സമയത്ത് റോബർട്ട് ഓപ്പൺഹീമർ എന്ന ശാസ്ത്രജ്ഞൻ ഉദ്ധരിച്ചത്. ആറ്റം ബോംബ് പൊട്ടി എക്സ്പെരിമെന്റില് ഭഗവത്ഗീതയുടെ വരിയ വിവരിച്ചത്. അപ്പൊ യഥാർത്ഥത്തില് മഹാവിഷ്ണു സങ്കല്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ശാന്താകാരം ഭുജംഗശയനം, രണ്ടായാലും ശരിയാണ്. പത്മനാഭം സുരേശം വിശ്വാധാരം, വിശ്വാകാരം രണ്ടായാലും ശരിയാണ്. മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനുഗമ്യം. യോഗിയുടെ ഹൃദയങ്ങളിൽ മാത്രം അനുഗമിക്കാൻ സാധിക്കുന്നത് എന്തോ അതാണ്. അപ്പൊ നമ്മുടെ പുറകിൽ വരുന്ന പാർട്ടിയല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന പാർട്ടിയുമല്ല. 5 ലിറ്റർ പാൽപ്പായസം കൊടുത്തിട്ട് ജയിക്കാൻ പോലും പറ്റാത്ത പയ്യന് ഡിസ്റ്റിങ്ഷൻ തരുന്ന പാർട്ടിയല്ല. അത് മനസ്സിലായോ? 5 ലിറ്റർ പാൽപ്പായസം വഴിപാട് കൊടുത്തിട്ട് ജയിക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത പയ്യന് ഡിസ്റ്റിങ്ഷൻ വേണമെന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പന് 5 ലിറ്റർ പാൽപ്പായസം വഴിപാട് കൊടുത്തു എന്ന് വിചാരിക്കാം. 5 ലിറ്റർ പാൽപ്പായസം വഴിപാട് കൊടുത്തത് എൻ്റെ മകൻ ജയിക്കില്ല എന്ന് എനിക്ക് തോന്നുന്ന കിടക്കട്ടെ. ശ്രീകൃഷ്ണൻ അതെന്താണോ 5 ലിറ്റർ പാൽപ്പായസം കൊടുത്ത് താൻ എന്താണോ പറയുന്നത്? എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, അവരുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, 2 ലിറ്റർ കൊണ്ട് മതിയാവില്ല, അതുകൊണ്ട് 5 ലിറ്റർ കൊടുത്തതേ. ഇതൊന്നും വേണ്ടെന്നല്ല കേട്ടോ, ഇതെല്ലാം വേണം. ഇത് ഞാൻ ഒന്ന് പറയുന്നതിനെയും നിഷേധിക്കാനല്ല, ചിന്തകളെ മാറ്റാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ മഹാവിഷ്ണു രൂപം, ബ്രഹ്മരൂപം, ശിവരൂപം
ആ ശിവന്റെ ധ്യാനമന്ത്രം എന്താ? വിഭ്രതോർഭ്യകുടാരം മൃഗമഭയവരവും സുപ്രസന്നോ മഹേശം സർവാലങ്കാരദീപ്ത സർദ്ദജനലയോ വ്യാഘ്രചർമാത്തവാസാദിയോ മുക്തപരാഗാമൃതരസകിലത ദ്രിപ്രഭാ പഞ്ചവക്ത്രത്രക്ഷത്തോടീരകോടിരകളിതതുകിനരോ ചിഷ്ടലാത്തുംഗമൗലി. എന്തൊരു രസാന്നറിയാമോ? ഇതിന്റെ അർത്ഥം ഇപ്പൊ പറയാൻ നിന്നാൽ ഇന്ന് തന്നിരിക്കുന്ന സബ്ജക്റ്റിന്റെ അടുത്തേക്ക് എത്തില്ല. 6:30 നിർത്തിയില്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് അപ്പൊ ശിവസങ്കല്പം, ബ്രഹ്മസങ്കല്പം, വിഷ്ണു സങ്കല്പം, ത്രിമൂർത്തി സങ്കല്പം. അപ്പൊ സാധാരണ ഗണപതി, മുരുകൻ തുടങ്ങിയ രൂപത്തിൽ നിന്ന് മാനസികമായിട്ട് ആത്മീയതയിൽ ഉയരാൻ സാധിക്കുന്നവർക്ക് ത്രിമൂർത്തി സങ്കല്പത്തിലേക്ക് അവിടെ നിന്നും ഉയരാൻ സാധിക്കുമെങ്കിൽ ബ്രഹ്മസങ്കല്പം. നമ്മൾ പറയില്ലേ ബ്രഹ്മാനന്ദം, ബ്രഹ്മസാക്ഷാത്കാരം അല്ലേ? നമ്മൾ പറയുന്ന ബ്രഹ്മം എന്ന് പറയും, പരബ്രഹ്മം. ധാരാളം കാര്യമായിട്ട് പറയാറുണ്ട്, വളരെ ഭംഗിയായിട്ട് പറയാറുണ്ട്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന വാ ജാതാനി ജീവന്തി യത്പ്രയന്ത്യഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. എന്താ ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉദയം ചെയ്യുന്നത്, ഏതൊന്ന് കാരണമാണോ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ അന്ത്യത്തിൽ സർവചരാചരങ്ങളും ചെന്ന് ചേരുന്നത്, തത് വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും തത് ബ്രഹ്മേതി. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഉപനിഷത്തിന്റെ വാക്കാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉപനിഷത്ത് പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുള്ളത് ഗോപാലകൃഷ്ണൻ ഉറപ്പ് തരുന്നു. പഠിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് പലർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു വിഷമവും ഇല്ല. എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിയാമോ? ഞാൻ ഈ ടൊയോട്ട കമ്പനി എങ്ങനെയാ ടൊയോട്ട കാർ ഉണ്ടാക്കുന്നതെന്ന് ഇന്നലെ രാത്രി വായിച്ചത്. ഫോർഡ് കമ്പനിക്കാർ ഫോർഡ് കാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ന്യൂ ബാലൻസ് അറ്റ്ലസ് ഷൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇൻഫോസിസ് കമ്പനി അമേരിക്കൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്ന ലെവലിലായിപ്പോൾ 2001 സെപ്റ്റംബർ 11 അവരുടെ 2 ടവർ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നത് ക്രിസ് ഗോപാലകൃഷ്ണനാണ്. ക്രിസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഇൻഫോസിസിന്റെ CEO. അപ്പം നമുക്കൊരു ധാരണ, നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ അവിടം വരെ എത്താൻ പറ്റില്ല. നമുക്കൊരു ധാരണയുണ്ട്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറയും, ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് ഒരു ആത്മാർത്ഥതയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത്. ഒരു ഗോപാലകൃഷ്ണന്റെ ലെവലിൽ നിന്നോട് സംസാരിക്കുകയാണെന്ന് ധരിക്കല്ലേ, ആർക്കും പറ്റുന്നതാണ്. അതുകൊണ്ട് ഏതൊന്നിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉത്ഭവിച്ചത്, ഏതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഇമാനി ഭൂതാനി ഏതോ വാ ജായന്തേ, ഈ ചരാചരങ്ങളെല്ലാം ഏതിൽ നിന്നാണോ വന്നത്, ഏനവാ ജാതാനി ജീവന്തി, ഏത് കാരണമാണോ ഇതെല്ലാം ജീവിക്കുന്നത്, യത് പ്രപന്തി അഭിസംവിശന്തി, അവസാനത്തിൽ ഇതെല്ലാം ഏതിലേക്കാണോ ചെന്ന് ചേരുന്നത്, തത് വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. തത് ബ്രഹ്മേതി, അതാണ് ബ്രഹ്മം. അപ്പൊ അർത്ഥം മനസ്സിലായി? സാധാരണക്കാർക്ക് ഗണപതിയും മുരുകനും എല്ലാം മതി. കുറച്ചുകൂടി കഴിഞ്ഞാൽ ത്രിമൂർത്തി സങ്കല്പം, കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. സത്യസായിബാബ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സായിബാബ എന്ന് വെച്ചാൽ അറിയാമല്ലോ, എവിടെയാണ്? കാശ്മീരിലുള്ള അപ്പൊ യഥാർത്ഥത്തില് ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ കാണിക്കും. എന്താ കാരണം എന്നറിയാം? എത്ര യൂസ്ലെസ് ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പിന്നെ ഒരു സംശയമല്ല, അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ ഇവരൊക്കെ വന്നിരിക്കുന്നത്? ഇവർക്ക് എല്ലാവർക്കും കഴിക്കാനൊന്ന് ചോറുണ്ടോ അവ ദൈവത്തിനറിയാം. പിന്നെ ആരൊക്കെയാണ് എൻ്റെ ഇന്ന് വാച്ച് വേണമെന്ന് പറയാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ എല്ലാ ചോദ്യത്തിനും ഇങ്ങനെ ഒരു ഉത്തരമാണ്. തൻ്റെ പേരെന്താണോ ഇങ്ങനെയല്ലേ ചോദിക്കാം. താൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അപ്പോഴും ഇങ്ങനെയല്ലേ ചോദിക്കും. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ഒന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക. യഥാർത്ഥത്തിൽ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന ലെവലിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വലിയ ഒന്നിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ, MV രാഘവനെ താൻ എന്തിനാണോ കല്യാണത്തിന് ക്ഷണിച്ചത്, അതൊക്കെ കളയണോ? ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ താൻ കല്യാണത്തിന് താൻ എന്തിനാണോ ബർലിൻ നായരുടെ വീട്ടിൽ പോയത്? ഇത് ആരാ സംസാരിക്കുന്നത്? ഈ നാട് ഭരിക്കുന്നവരാണ്, അല്ലാണ്ട് കുട്ടികൾ 4ാം ക്ലാസ്സിലെ കുട്ടികളല്ല.
അതിനിടയ്ക്ക് വേറൊരു സംഭവം, നമ്മുടെ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കസേരയിൽ തലയ്ക്ക് സുഖമില്ലാത്ത വേറൊരു വന്നിരുന്ന് കേരളം മുഴുവനും ഫോൺ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എനിക്കൊരു സംശയം, നേരത്തെ ഇരുന്നവനാണോ കുഴപ്പം, ഇടയ്ക്ക് ഇരുന്നവനാണോ, ഇവരെയൊക്കെ ഇരുത്തിയവരെയാണോ കുഴപ്പം, അല്ല അകത്തേക്ക് കടത്തി വിടുന്നവർക്കാണോ കുഴപ്പം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ വലിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആവും. അതുകൊണ്ടാണ് ഉയർന്നു കഴിഞ്ഞ് പിന്നെ ബ്രഹ്മസാക്ഷാത്കാരത്തേക്ക് പോകാൻ പറ്റും.